നമ്മളുടെ ഫേസ്ബുക്ക് പേജിൻ്റെ നെയിം എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് ഫസ്റ്റ് നിങ്ങളിവിടെ മുകളിൽ സർക്കിളിൽ കാണുന്ന പ്രൊഫൈൽ പിക്ചറെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ താഴോട്ട് കാണുന്ന ആരോയിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ നമ്മുടെ പ്രൊഫൈലിൻ്റെ അണ്ടറിലുള്ള എല്ലാ ഫേസ്ബുക്ക് പേജസും കാണാൻ പറ്റും. അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഫേസ്ബുക്ക് പേജിൻ്റെ ഒരു ലിസ്റ്റ് ഇവിടെ കാണാൻ പറ്റും. അതിൽ നിന്ന് നമുക്ക് ഏത് പേജിൻ്റെ നെയിമാണോ ചേഞ്ച് ചെയ്യേണ്ടത് ആ നെയിം സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളുടെ ഫേസ്ബുക്ക് പേജിലോട്ട് പോകും. അതിനുശേഷം ഇവിടെ സർക്കിളിൽ കാണുന്ന പ്രൊഫൈൽ പിക്ചറെ ക്ലിക്ക് ചെയ്യുക. സ്ക്രോൾ ചെയ്ത് മുകളിലോട്ട് പോകുമ്പോൾ ഇവിടെ സെറ്റിങ്സ് ആൻഡ് പ്രൈവസി എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. അതേ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഈ സെറ്റിങ്സെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് മുകളിലോട്ട് സ്ക്രോൾ ചെയ്യുക. നമുക്കിവിടെ പേജ് സെറ്റപ്പ് എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അന്നേരം നമ്മുടെ പേജിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ പറ്റും. അതിനുശേഷം നമുക്ക് ഏതാണോ ചേഞ്ച് ചെയ്യേണ്ടത്, എനിക്കിവിടെ നെയിമാണ് ചേഞ്ച് ചെയ്യേണ്ടത്. അതുകൊണ്ട് നെയിമേ സെലക്ട് ചെയ്യുക. അപ്പം ഇങ്ങനൊരു ഇൻ്റർഫേസ് വരും, എഡിറ്റ് പേജ് നെയിം എന്ന് പറഞ്ഞിട്ട്. ഇവിടെ ഇപ്പം ഞാൻ ഓൾറെഡി ഒരു വട്ടം നെയിം ചേഞ്ച് ചെയ്ത്, അതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. അല്ല, നിങ്ങൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ വേറെ ഓപ്ഷൻ, അതായത് ഈ പേര് ചേഞ്ച് ചെയ്ത് നിങ്ങളുടെ പുതിയ പേര് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഫേസ്ബുക്കിൻ്റെ പാസ്വേഡ് കൊടുക്കുക. അത് കഴിഞ്ഞ് താഴെ ഒരു സേവ് എന്ന് പറയുന്ന ബട്ടൺ കാണും, അതേ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ പേര് ചേഞ്ച് ആവുന്നതാണ്. നമ്മൾ ഒരു വട്ടം ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടി 60 ദിവസം കഴിഞ്ഞിട്ടേ പറ്റത്തുള്ളൂ. താങ്ക് യു.